അറിഞ്ഞോ, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ബസ് വന്നു. ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ബസ് കണ്ടപ്പോ എല്ലാരും പോലെ എനിക്കും ഭയങ്കര സന്തോഷം വന്നു. ഇടയ്ക്കിടയ്ക്ക് എന്റെ ഉള്ളിലെ കുട്ടി ഇങ്ങനെ എഴുന്നേറ്റ് വരും. ശരിക്കും പറഞ്ഞത് വലിയ പരിപാടിയാണ്. MLA ഒക്കെ വന്നിട്ടുള്ള വലിയ പരിപാടി. ഹയർ സെക്കൻഡറിയിൽ NSS വോളണ്ടിയേഴ്സ് ആണ് ഇതിന്റെ ഫുൾ നേതൃത്വം. പഴയൊരു NSS പ്രവർത്തക ആയതുകൊണ്ടായിരിക്കണം ഇന്ന് ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ തോന്നി. മനസ്സ് നന്നാവട്ടെ എന്ന പാട്ട് എടുത്ത് അറിയാണ്ട് നെഞ്ചത്ത് ഞാനും കൈവച്ചു. കാര്യം NSSഉം ആ പാട്ടും ഒക്കെ ഭയങ്കര ഒരു ഫീലുള്ള സാധനമാണ്. അപ്പൊ ഇത് പരിപാടി എന്ന് പറയാം. NSSഉം കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും കൂടെ നടത്തുന്ന HIV അവയർനെസ് പ്രോഗ്രാം ആയിരുന്നു. ഫ്ലാഷ് മോബും മാജിക് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോ എനിക്ക് ക്ലാസ്സിൽ കയറാനുള്ള സമയമായി. കുട്ടി ഏതെങ്കിലും ചിലപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഞാനും കട്ടടിച്ചൊക്കെ നിന്നേനെ. പക്ഷെ ടീച്ചറായി പോയി ക്ലാസ്സിൽ കയറണം. പക്ഷെ ക്ലാസ്സിൽ പോയപ്പോ HSലെ പിള്ളേരെല്ലാം താഴെ നിൽപ്പുണ്ട്. ആ നീല യൂണിഫോം ഫുള്ള് HSലെ പിള്ളേരാണ്. മാജിക് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ ക്ലാസ്സിൽ വന്നു. അപ്പൊ പിന്നെ ട്രെയിനിങ് ടീച്ചർ എന്ന കുറച്ച് സമയം റെസ്റ്റ് ആണ്. ഇനി ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർ ക്ലാസ് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ടീച്ചർ വീണ്ടും 9ാം ക്ലാസ്സിലോട്ട്. പണ്ട് സ്കൂളിൽ ചെയ്തിരുന്ന പോലെ ടീച്ചർ പറയുന്നതൊക്കെ കേട്ട് ഞാൻ ടെക്സ്റ്റിൽ എഴുതിയേക്കും. ഞങ്ങൾ 5 പേര് ഒരുമിച്ചാണ് ടീച്ചിങ് പ്രാക്ടീസ് നേറ്റിങ്ങടെ സ്കൂളിൽ പോകുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഫെലിന്റെ കല്യാണമാണ് ഇനിയിപ്പോ. അങ്ങനെ സ്കൂളിൽ ഫുള്ള് കല്യാണം വിളിച്ചടക്കുമായിരുന്നു. അപ്പൊ ശരി, കാണാം.